പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദുഃഖ ശനിയാഴ്ച, ഇന്ന് വെഞ്ചിരിപ്പിന്റെ ദിവസമാണല്ലോ അല്ലെ. ഇന്ന് നമ്മുടെ മാമോദിസ വ്രത നവീകരണം, അതുപോലെ തന്നെ വിശുദ്ധ ജലം വെഞ്ചിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് ഒരു 1/2 ലിറ്ററിന്റെ കുപ്പിയിലൊക്കെ വെള്ളമൊക്കെ അന്യതകളൊക്കെ കൊണ്ടുപോയി ഉണ്ടാവും. നമ്മുടെ കുടുംബങ്ങളിൽ നിർബന്ധമായിട്ടും വിശുദ്ധ ജലം വേണം. ഒരു 2 ആഴ്ച കൂടുമ്പോൾ വിശുദ്ധ ജലം തെളിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ് സഹോദരങ്ങളെ. ചിലപ്പോഴൊക്കെ വലിയ പ്രതികൂലങ്ങളോടെ വരുന്ന കുടുംബാംഗങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറയാറുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് വർഷത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ വികാരിച്ച് വന്ന് വെച്ചിരിക്കും. എന്നാൽ കൂടെ ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെയുള്ള വിശുദ്ധ ജലം തെളിച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ വലിയ ശക്തിയും സ്വാധീനവും ഉണ്ട് നമ്മുടെ കാര്യക്ക് പ്രത്യേകമായിട്ട്. അപ്പോൾ വെള്ളം ചുമ്മാ വീട്ടിൽ വെച്ചാൽ പോരാ, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഒന്ന് അവിടെ തെളിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. നാളെ ഈസ്റ്ററാണ്. ഈസ്റ്റർ കുർബാനയ്ക്ക്, പാതിര കുർബാനയ്ക്ക് നിർബന്ധമായിട്ടും ഉറങ്ങും എന്നുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു സമയം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് കണ്ണടച്ചാൽ നന്നായിരിക്കും. നല്ല ഒരുക്കത്തോടെ നമ്മുടെ ഏറ്റവും വലിയ തിരുനാളാണ്. അത് ഇടവകയിൽ 50 തിരുനാളല്ല, ഈസ്റ്ററാണ്. കാരണം ഈ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം പ്രഘോഷണമൊക്കെ വ്യർത്ഥമാണ്. അങ്ങനെയല്ല സ്ലീഹ പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരുക്കത്തോട് കൂടിയിട്ട് വേണം ഇന്ന് രാത്രിയിൽ പാതിര കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റൂത്തിന്റെ പുസ്തകത്തിലെ 2:12 വചനം വെളിപ്പെടുത്താണ്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. സ്ലീഹ പറയുന്നൊരു വചനമാണ്. അപ്പം നീ അഭയം പ്രാപിച്ചിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് ഈ നോമ്പിൻ്റെയൊക്കെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു നല്ല ശീലമുണ്ട്. നല്ല ശീലങ്ങൾ ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല. ഈസ്റ്ററോട് കൂടി ഇതെല്ലാം വിരാമം വിടരുത്. കുട്ടികൾ ഒരുപക്ഷെ സമ്മാനം കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ വരുമായിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ഓൾഡ് ചങ്കരൻ ഈ സ്റ്റിൽ ഓൺ കോക്കനട്ട് ട്രീ, പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ അങ്ങനെ ആവരുത്. തിങ്കളാഴ്ച തുടങ്ങി ഈ ഒരു നല്ല തുടക്കമാണ്. ഈ തുടക്കം നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ഈസ്റ്ററോടെ അവസാനിപ്പിക്കരുത്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, വചനം വായിക്കുക. ചിലർ വചനം ഉറക്ക വായിക്കുന്നവരുണ്ട്, ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചവരുണ്ട്, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചവരുണ്ട്. അപ്പോൾ നല്ല ശീലങ്ങൾ, ദൈവമാണ് അത് അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ ആരംഭിക്കാനായിട്ട് നമുക്ക് അവസരം നൽകിയത്. അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ അത് അവസാനിപ്പിച്ചേക്കരുത് ഈസ്റ്ററോട് കൂടിയിട്ട് കേട്ടോ. അത് ഈശോ ആഗ്രഹിക്കുന്നില്ല. അത് നല്ലത് തുടരാനും, ഇനി ചില ശരിയല്ലാത്ത ചില സ്വഭാവങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്, അത് ഈസ്റ്റർ കഴിയുമ്പോൾ തുടരാനും പാടില്ല. അപ്പോൾ നല്ലത് തുടരാനും മോശമായത് ഉപേക്ഷിക്കാനുമായിട്ടുള്ളൊരു അഭിഷേകം കർത്താവേ ഈ ആശീർവാദ വേളയിൽ ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ വിശുദ്ധ ജലം തെളിച്ച് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ നൽകണം. വിശ്വാസമാണ് ചൊല്ലി വിശുദ്ധ ജലം തെളിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു വലിയൊരു കൃപ കർത്താവ്, ഉയർപ്പിന്റെ ഒരു അഭിഷേകം കർത്താവേ ഈ മക്കൾക്ക് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.